നമസ്കാരം. സഖാക്കൾ ഹിന്ദു വിരുദ്ധരാണ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. അവർ ഹിന്ദു വിരുദ്ധരാണ്. സ്വതവേ ഹിന്ദു വിരുദ്ധത പ്രസംഗിക്കാനും ഹിന്ദുക്കളെ കളിയാക്കാനും ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്താനുമൊക്കെ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഒപ്പം മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനും. നമുക്ക് ഒരു സഖാവിൻ്റെ പ്രസംഗം കേൾക്കാം. അല്പസമയം മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ നടന്ന ഒരു പ്രസംഗമാണ്. ഈ കേരളത്തിൽ പതിയെ ശുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് ഇവിടെ RSSകാർ എതിരാണ്. അവർ പറയുന്നത് ഇത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ, മൂന്നാമത്തെ അവതാരമാണ് പന്നി. ഈ ഹിരണ്യൻ്റെ അനുജൻ ഹിരണ്യകശിപു ഈ ഭൂമിയെ ചുരുട്ടി പായായി ചുരുട്ടി സമുദ്രത്തിൽ താത്തു. അങ്ങനെ സമുദ്രത്തിൽ താത്ത ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു പന്നിയുടെ അവതാരമെടുത്ത്, അങ്ങനെ പന്നിയുടെ അവതാരമെടുത്തിട്ട് ഭൂമിയെ ഈ പന്നിയുടെ തേറ്റ കൊണ്ട് കുത്തി സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിച്ചു എന്നാണ് ഇവരുടെ വിശ്വാസം. ഈ മണ്ടബുദ്ധികൾക്ക് മനസ്സിലാകണ്ടേ, ഭൂമി ചുരുട്ടിയാൽ സമുദ്രവും ചുരുളത്തില്ലേ. ഇതാണ് സഖാവിൻ്റെ പ്രസംഗം. സഖാവിനെ മനസ്സിലായില്ലേ? CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. KP ഉദയഭാനു എന്നാണ് പേര്. ഈ KP ഉദയഭാനുവിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്ത CPM-ന്റെ കോന്നി DFO മാർച്ച് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രശ്നം മറ്റൊന്നുമല്ല, ഈ കർഷകരെയും കൃഷിയെയും ഒക്കെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണം. അതിന് കേന്ദ്ര നിയമത്തിൻ്റെ ഭേദഗതി വേണം പോലും. അങ്ങനെ ഒരു കേന്ദ്ര ഭേദഗതിക്ക് വേണ്ടിയിട്ട് DFO ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തുകയാണ് സഖാക്കൾ. മുന്തിയ സഖാവാണ് ഉദ്ഘാടനം. ആ സഖാവ് പറഞ്ഞ വാക്കുകളാണ്. അതായത്, ഇവിടെ കാട്ടുപന്നി ശല്യമുണ്ട്. കാട്ടുപന്നികളുടെ ശല്യം തീർക്കാൻ കഴിയാത്തത് RSSകാരുടെ ഒരു വിശ്വാസം കൊണ്ടാണ്, ഒരു നിലപാട് കൊണ്ടാണ്. RSSകാർ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്? അവർക്ക് പന്നികൾ വിശുദ്ധ ജീവികളാണ്. കാരണം മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ്, വരാഹ അവതാരമാണ്. ആ അവതാരമുള്ളത് കാരണം പന്നികളെ കൊല്ലുന്നതിന് RSSകാർ എതിരാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്യജീവി ആക്രമണം നടത്തുന്നത്. എന്തുകൊണ്ടാണ് RSSകാർ അങ്ങനെ വിശുദ്ധ ജീവിയായി കരുതുന്നത് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. പുരാണത്തിൽ ഭൂമിയെ ചുരുട്ടി ഏതോ ഒരു അസുരൻ ഇങ്ങനെ സമുദ്രത്തിനടിയിലേക്ക് കൊണ്ടുപോയെന്നും ആ ഭൂമിയെ കൊമ്പുകൊണ്ട് കുത്തി സമുദ്രത്തിലേക്ക് പൊന്തിച്ചത് വരാഹ അവതാരമാണ് എന്നും RSSകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ ഈ പന്നികളെ കൊല്ലാൻ സമ്മതിക്കുന്നില്ല, പന്നികളെ വേട്ടയാടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവിടെ വലിയ ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് സഖാവ് പറഞ്ഞു വയ്ക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെക്കുറിച്ചും വരാഹ അവതാരത്തെക്കുറിച്ചുമുള്ള പുരാണ കഥകളിൽ വിശ്വസിക്കുന്നത് RSSകാർ മാത്രമൊന്നുമല്ല. എല്ലാ ഹിന്ദുക്കളും അത്തരം കഥകളിലും പുരാണങ്ങളും ഒക്കെ വായിക്കുന്നവരാണ്. അവർ അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ മാത്രം കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ പന്നിയെ വിശുദ്ധ ജീവിയായിട്ടോ നികൃഷ്ട ജീവിയായിട്ടോ ഈ പറയുന്ന RSSകാരോ ഹിന്ദുക്കളോ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന കാര്യം സഖാവ് ഓർമ്മിക്കുക. നാട്ടുനടപ്പ് സഖാവ് ഒന്ന് ഓർമ്മിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, ഈ കാട്ടുജീവി ആക്രമണത്തെ തടയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാരാണ്? നിങ്ങളുടെ സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. നിങ്ങളുടെ സർക്കാരിനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണ്. നിങ്ങളുടെ വനം മന്ത്രി ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, PV അൻവർ എന്ന നിങ്ങളുടെ MLA തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് വനം മന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് PV അൻവർ എന്ന MLA നിങ്ങളെ കൊണ്ട് ഒന്നും കൊല്ലില്ല എന്ന് പറഞ്ഞു വെച്ചത്. അത്രമാത്രം വന്യജീവി ആക്രമണമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മനുഷ്യനും വന്യജീവികളും തമ്മിൽ നിരന്തരം സംഘർഷമാണ്. കാട്ടുപന്നി മുതൽ കാട്ടാന വരെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി സർവ്വതും നശിപ്പിച്ചു പോകുന്നു. മനുഷ്യജീവനുകൾ ഓരോ ദിവസവും ഓരോന്ന് വീതം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇത് തടയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ സർക്കാർ പരാജയപ്പെട്ടതിന് ഈ പറയുന്ന ഹിന്ദുക്കളും RSSകാരും എന്ത് പിഴച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വിശ്വാസങ്ങളൊക്കെ തന്നെയും RSSകാരുടേത് മാത്രമല്ല, അത് മുഴുവൻ ഹിന്ദുക്കളുടേതുമാണ്. ഭൂമിയെ ചുരുട്ടിക്കെട്ടിയാൽ പിന്നെ സമുദ്രം ഭൂമിക്കുള്ളിലാവില്ലേ എന്നൊക്കെയാണ് ചോദ്യം. പുരാണങ്ങളിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചകഞ്ഞെടുക്കാൻ പോയാൽ എത്രയെത്ര കഥകളാണുള്ളത്. അത് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതൊക്കെ വായിക്കുകയും അതൊക്കെ അതിൻ്റേതായ അർത്ഥത്തിലെടുക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ RSSകാരാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഞാൻ ആക്രമിച്ചിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഇതൊരു മതപരമായ ആക്രമണമല്ല,
എന്ന് സാങ്കേതികമായി പിന്നീട് തെളിയിക്കാനും പറയാനും വേണ്ടി മാത്രമാണ് ഈ RSSകാരുടെ മണ്ടയ്ക്കിടുന്നത്. ഇനിയിപ്പോൾ RSSകാർ ഇതിനെ എതിർക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. പന്നികളെ കൊല്ലാൻ RSSകാർ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. പിണറായി വിജയന് ഇരട്ടച്ചങ്കുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? RSSകാരുടെ ഈ വിശ്വാസം എന്തിനാണ് നിങ്ങൾ താല്പര്യത്തിലെടുക്കുന്നത്? ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത നിങ്ങളുടെ സർക്കാരിനുണ്ട്. അതാണ് നിങ്ങൾ വെടിപ്പായി ചെയ്യേണ്ടത്. ഇല്ലാതെ അക്കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെയും RSSനെയും പുരാണങ്ങളെയും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യമുണ്ട്. നിങ്ങൾ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെക്കുറിച്ച് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ ധൈര്യപ്പെടുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാകില്ല. കാരണം അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ജോസഫ് മാഷെ ഓർമ്മ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കേരളത്തിലെ സമകാലിക സാമൂഹ്യ യാഥാർത്ഥ്യം. ഇവിടുത്തെ ഹിന്ദുക്കളെയും ഇവിടുത്തെ RSSകാർ എന്ന് പേര് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ നിങ്ങൾക്ക് എന്തും പറയാം, അപമാനിക്കാം, അവരുടെ ദേവീദേവന്മാരെ അപമാനിക്കാം, അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും അവരുടെ ഈ പറയുന്ന പുരാണങ്ങളെയും ഒക്കെ അപമാനിക്കാം, അപമാനിച്ചു കൊണ്ടേയിരിക്കാം. പക്ഷേ ജനതയ്ക്ക് ബോധ്യമുണ്ടെന്നും ഈ പറയുന്ന നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള മന്ദബുദ്ധികളല്ല ഇവിടുത്തെ ഹിന്ദുക്കളെന്നും ജനങ്ങളെന്നും നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ ഇരുത്തിയിരിക്കുന്നവർ മണ്ടന്മാരല്ല എന്നും നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.